സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നതും ധനകാര്യ വകുപ്പാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയും ആ വാർത്തയോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങി എന്ന് പറയുന്ന ഈ വാർത്ത ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണ്? അത് യഥാർത്ഥത്തിൽ ചില സംശയങ്ങൾ ബാക്കിയാണ്. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി സ്വീകരിക്കുകയും ചെയ്യുകയും പോലീസിനോട് കേസ് ഡയറി ആവശ്യപ്പെടുകയും സത്യവാങ്മൂലം നൽകണമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ആ വാർത്തകൾ കത്തിക്കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തടയിടൽ മാത്രമാണ് ഈ പെൻഷൻ വാർത്ത, അല്ലെങ്കിൽ ഈ ജീവനക്കാർ, സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന വാർത്ത ഇത്രയധികം പെരുക്കി കൊണ്ടുവരാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും ശ്രമിച്ചത് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത്തരത്തിൽ ആ ഒരു ആംഗിളിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതൊരു നടാടെയുള്ള സംഭവമാണെങ്കിൽ ശരി, അത് പെട്ടെന്ന് നമുക്ക് വാർത്ത കേൾക്കുമ്പോൾ വല്ലാതെ ഞെട്ടലുണ്ടാകും. കാരണം ഗസറ്റഡ് ഓഫീസർമാരുൾപ്പെടെ, വലിയ കോളേജ് പ്രൊഫസർമാരുൾപ്പെടെ ഈ ക്ഷേമ പെൻഷൻ വെറും 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലുള്ള വാർത്തയാണ്. പക്ഷെ നമ്മളങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. നമ്മളെ ഞെട്ടിപ്പിക്കുക എന്നായിരുന്നു ഈ വാർത്തയുടെ പിന്നിലെ ഉദ്ദേശമെങ്കിലും ഇത് 2020 തന്നെ ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതാണ്. അത് മാതൃഭൂമി ദിനപത്രം ഈ ഇത്തരത്തിലുള്ള വാർത്ത 2020 ഏകദേശം 2020 ജൂൺ 16 മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണത്. ഇത് 2346 പേർ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്ന വാർത്ത 2020 വന്നതാണ്. അന്നും പിണറായി വിജയൻ തന്നെയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. അന്നും ഇത് കൃത്യമായും നിയന്ത്രിക്കും, ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും തിരിച്ചു വാങ്ങും എന്നൊക്കെ അന്നും ഗവൺമെൻറ് വാദോരാതെ ശക്തമായി പറഞ്ഞതാണ്. പക്ഷേ അത് നടന്നോ എന്നതാണ് ഇപ്പോഴത്തെ വാർത്തകളുടെ പിന്നിൽ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ അത് 1458 പേരെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അന്ന് 2346 പേരായിരുന്നത് ഇന്ന് 1458 കുറഞ്ഞു എന്നല്ലാതെ ഈ 2346 പേരെയും കണ്ടെത്താനും അവരെ കർശനമായി ശിക്ഷിക്കാനും അവരിൽ നിന്ന് ഈ പണം ഈടാക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്, കഴിവില്ലായ്മയാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടിയെടുക്കാനുള്ള ശേഷിയില്ലായ്മയാണ് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ കാണേണ്ടത് എന്നതാണ് പരമാർത്ഥം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, 2346 പേരെയാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയിൽ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ എന്നാണ് കണക്ക് വന്നത്. ഇന്ന് 1458 പേർ. അപ്പോൾ അത് കുറഞ്ഞുവോ? അല്പം കുറഞ്ഞു എന്നല്ലാതെ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത്. ഞാൻ നിയന്ത്രിക്കും, കർശനമായി നിയന്ത്രിക്കും, പലിശ ഉൾപ്പെടെ വാങ്ങും, അത് കഴിഞ്ഞിട്ട് വേണ്ടി വന്നാൽ നിയമ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നത്. ആരെ കാണിക്കാൻ? ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ നിങ്ങൾ വിഡ്ഢിയാക്കരുത്. പിണറായി വിജയൻ സർക്കാർ തന്നെ 2020 ഇരിക്കുമ്പോൾ അന്ന് PRD ഈ വാർത്ത വന്നതിന് ശേഷം PRD ഒരു കുറിപ്പ് ഇറക്കിയിരുന്നു. സർക്കാരിൻ്റെ PRD എന്ന് പറയുന്നത്, അതായത് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും കർശനമായിട്ട് ഇത് ഈടാക്കും. ഉടൻ തന്നെ ഒരു ട്രഷറി ഹെഡും കൂടെ കൊടുത്തിട്ട്, വാർത്തകൾ കൊടുത്തിരുന്നത് ട്രഷറി ഹെഡും കൂടെ, അക്കൗണ്ട് ഹെഡും കൂടെ കൊടുത്തിരുന്നു. ഈ അക്കൗണ്ടിൽ ഉടൻ തന്നെ ഈ കണ്ടെത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 2346 പേർ ഉടൻ തന്നെ പണം തിരിച്ചടയ്ക്കണമെന്നും തിരിച്ചടയ്ക്കാത്തവരിൽ നിന്നും 10 തവണകളായി ശമ്പളത്തിൽ നിന്നും പിടിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്ത് അങ്ങനെ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോ, കർശനമായി അത് ഈടാക്കുമെന്നോ, അങ്ങനെ ഈടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ചട്ടപ്രകാരമുള്ള സർവീസ് നടപടികൾ എടുക്കുകയോ ചെയ്യുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ നോവിക്കാനുള്ള ഒരു ആർജവം ഈ ഗവൺമെന്റിനില്ല. കാരണം ഈ 2346 പേരിൽ കൂടുതൽ പേരും NGO യൂണിയനിൽ പെട്ടവരായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗവൺമെന്റ് അക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് 2020 വന്ന വാർത്തയെക്കാളും വലിയ വാർത്തയൊന്നും അല്ല ഇപ്പോൾ വന്നത്. ഇപ്പോൾ 1458
1458 പേരാണ്. രാജഗോപാൽ വീണ്ടും പറയുന്നു കർശന നടപടിയെടുക്കും. ഇന്നും വന്ന് പറയുന്നുണ്ട് വാർത്തകളിൽ കർശന നടപടിയെടുക്കും, നിയമ നടപടിയെടുക്കുമെന്ന്. എന്നാൽ നമുക്ക് കാണേണ്ടത് ഈ അന്ന് നിങ്ങൾ 2346 പേർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല, എന്നാൽ ഇന്നുള്ള 1458 പേർക്കെതിരെ നടപടിയെടുക്കുമോ? കാണട്ടെ നിങ്ങളുടെ ഈ ഗവൺമെന്റിന്റെ ശുഷ്കാന്തിയും ആർജവും. പക്ഷേ അതുണ്ടാകുമോ? ഞങ്ങൾക്ക് സംശയമാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഗവൺമെന്റിനെ ബാധിക്കുന്ന ഗുരുതരമായ ഏതെങ്കിലും വാർത്ത വരുമ്പോൾ, ഇപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് CBI അന്വേഷണം കോടതി പരിഗണിക്കും എന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അത് തമസ്കരിക്കാനും ആ വാർത്ത വലിയ കത്തിപ്പടരാതിരിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം കൊണ്ടുപോയി. ഇതുപോലെ ഇനിയും നല്ലൊരു വാർത്ത ഗവൺമെന്റിനെതിരായിട്ട് വരുമ്പോൾ ഇതുപോലെ പെൻഷൻ വാർത്ത വീണ്ടും 1458 എന്ന് പറയുന്ന 1326 പേർ എന്ന് പറഞ്ഞൊരു വാർത്ത വീണ്ടും കൊണ്ടുവരുമോ? എന്തൊരു കഷ്ടമാണിത്.